നമസ്കാരം, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫിസിയോതെറാപ്പിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ആണ്. ഡോക്ടർ റാഷിയുടെ കൂടെയുള്ള വീഡിയോ. PhD ഹോൾഡറാണ് ഫിസിയോതെറാപ്പിയിൽ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒത്തിരി കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കോപ്പിനെ കുറിച്ചിട്ട് കയ്യിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പി മേഖലയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്? എല്ലാവർക്കും അറിയാം, LBS വഴിയാണ്. അപ്പോൾ LBS വഴി അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ എൻ്റെ മാർക്കിനനുസരിച്ചിട്ട് ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് പല കുട്ടികളും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫിസിയോതെറാപ്പി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിലുള്ള കോളേജുകളിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്നതാണ്. ഇത് പബ്ലിക്കായിട്ട് വെബ്സൈറ്റ് ഉണ്ട്. LBSന്റെ പബ്ലിക് വെബ്സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും. എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, എത്രാമത്തെ അലോട്ട്മെന്റിലാണ് കോളേജ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കമ്പ്യൂട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിൽ വരെ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ LBS ലാസ്റ്റ് അലോട്ടഡ് ലിസ്റ്റ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അഡ്മിഷൻ ടു പാരാമെഡിക്കൽ കോഴ്സസ് ആൻഡ് നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് 2025 ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് കൊടുക്കുക. ഈ കോഴ്സിനുള്ള അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിലെ എല്ലാ കോളേജുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമുക്കിപ്പോൾ ഇവിടെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കോളേജ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ അത്യാവശ്യം നല്ലൊരു കോളേജ് ഇപ്പോൾ ഏതാ വരുന്നത്? നമുക്ക് ഗവൺമെന്റ് കോളേജ് വരുന്നുണ്ടല്ലോ. അതെ, ഇതാ ഇത് കൊടുക്കാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജാ. അപ്പോൾ ഇവിടെ കയറിയിട്ടുള്ള കുട്ടികളുടെ മാർക്കും ഡീറ്റെയിൽസും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ഷംന എന്നാണ്. ആപ്ലിക്കേഷൻ LBS ആപ്ലിക്കേഷൻ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. റാങ്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, നെയിം, കോട്ട, ഏത് കോട്ടയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് എത്രാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയിട്ടുള്ളത്, ഇൻഡെക്സ് മാർക്ക്, സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിന്റെ ജനറൽ സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ടല്ലോ, റാങ്ക് ലിസ്റ്റ് വരുന്നത്, കമ്മ്യൂണിറ്റി റാങ്ക്, അതുപോലെ തന്നെ ഫീസ് അടച്ചതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫീസ് അടച്ചതും അതുപോലെ തന്നെ സീറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ കോട്ടയിൽ SM ഈ 14 സീറ്റ് വരെ ജനറൽ കോട്ടയിലാണ് കയറിയിട്ടുള്ളത്. 300-ൽ 300 ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഇൻഡെക്സ് മാർക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 300 മാർക്ക് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് ആവശ്യം വരിക. എങ്ങനെയാണ് 360 മാർക്കുള്ളത് 300-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് മെറിറ്റിൽ 651 റാങ്ക് വരെ കിട്ടിയ കുട്ടികൾക്കാണ് ഫിസിയോതെറാപ്പിക്ക് ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. മറ്റുള്ളത് കാറ്റഗറിയാണ്. ടോട്ടൽ 30 കുട്ടികൾക്കാണ് LBS വഴി. ടോട്ടൽ 30 സീറ്റാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഫിസിയോതെറാപ്പിക്ക് ഉള്ളത്. ഇനി മറ്റൊരു പ്രൈവറ്റ് കോളേജ് നോക്കാം നമുക്ക്. ഇപ്പോൾ കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റൽ അത് നോക്കാം. അപ്പോൾ കോഴിക്കോടുള്ള മിംസിൽ ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇതാണ്. ഇപ്പോൾ 297.5, 296 ഇതൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അതുപോലെ തന്നെ ഇഴവ കാറ്റഗറിയിൽ വരുന്നത് 270, മുസ്ലിം കാറ്റഗറിയിൽ 280. അതായത് റാങ്ക് നോക്കുന്ന സമയത്ത് 9837 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും കോളേജുകൾ നിങ്ങൾക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യാം. ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഒരു കോളേജും കൂടി നമുക്ക് നോക്കാം. AWH കോഴിക്കോട് കല്ലായി, കോഴിക്കോടുള്ള AWH കോളേജ്. അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ AWH നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ 298 മുതലാണ് കയറിയിട്ടുള്ളത്. ലാസ്റ്റ് കയറിയിട്ടുള്ളത് AWH സ്റ്റേറ്റ് മെറിറ്റ് 287 വരെ AWH കിട്ടിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം മെറിറ്റ് മറ്റുള്ള കാറ്റഗറീസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കോളേജും കൂടി നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരു കോളേജ് ഏതാണെന്ന് നോക്കുന്ന സമയത്ത് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്, അതൊരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. ഇതൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് EMS ഉണ്ട് പെരിന്തൽമണ്ണ. EMS ഒന്ന് നോക്കാം, പെരിന്തൽമണ്ണ. അപ്പോൾ EMS നോക്കുന്ന സമയത്ത് ഇവിടെയും ഇതാ, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ 299, 298 ഇങ്ങനെ റാങ്ക് വരുന്നത് 295 വരെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഓരോ കോളേജിലും ഓരോ രീതിയിലുള്ള കുട്ടികളാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള കോളേജുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കുക. ഇൻ കേസ് ഇതുവഴി അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലും ഈ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മറ്റുള്ള എൻട്രൻസ് എക്സാമുകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക പുറത്തോട്ടേക്കൊക്കെ ഉള്ള. ഇൻ കേസ് അതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ പുറത്തൊക്കെ പോയി അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ എല്ലാ ഗൈഡൻസും നൽകുന്നതായിരിക്കും. ഇപ്പോൾ കേരളത്തിലെ LBS അലോട്ട്മെന്റ് ഈ ഉടനെ വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ടുള്ള കോളേജുകൾ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. വാട്സപ്പ് ചാനലിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.